കാരണം അത് വളരെ സിമ്പിളായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ഡീറ്റെയിൽസ് നോക്കിക്കൊണ്ട് പഠിച്ചെടുക്കാവുന്ന 5 മാർക്ക്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ വളരെ ആവേശഭരിതനായിട്ടാണ് ഈ ഒരു തസ്തികയെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നത്. തസ്തികയുടെ പേര് നിങ്ങൾക്കറിയാം, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസിലാണ്. എന്തുകൊണ്ട് ഞാൻ ആവേശഭരിതനായി എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേവലം SSLC മാത്രമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഇതൊരു യൂണിഫോംഡ് പോസ്റ്റാണ്. നിങ്ങളൊരു പോലീസിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ യൂണിഫോംഡ് പോസ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ 18-26 എന്ന ഏജ് ലിമിറ്റ് ചെയ്യപ്പെടും. പക്ഷെ ഇവിടെ 18-36 സാധാരണ പോസ്റ്റുകൾ പോലെ തന്നെ 18 മുതൽ 36 വയസ്സ് വരെ അയക്കാൻ കഴിയുന്ന ഒരു യൂണിഫോംഡ് പോസ്റ്റ്. പിന്നെ നമുക്ക് ആവശ്യമായ ആ ഒരു ഏജ് റിലാക്സേഷൻ OBCക്കും അതുപോലെ തന്നെ SC/STക്കും കിട്ടുന്നുമുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻസിനെ പറ്റി പറഞ്ഞാൽ എക്സലന്റ് പ്രൊമോഷൻസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു പോലീസിലേക്കാണ് കയറുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം അവിടെ ഇരുന്നിട്ട് ഹെഡ് കോൺസ്റ്റബിള്, അസിസ്റ്റന്റ് SI, പിന്നീട് വരുന്ന SI, മാക്സിമം വന്നാൽ SI വരെ എത്തും. പക്ഷെ ഇവിടെ സ്ഥിതി അതല്ല കേട്ടോ. സർവീസിൽ വളരെ ചെറുപ്പത്തിൽ കയറുന്ന ആൾക്കാരാണെങ്കിൽ DIG വരെ, ഇൻസ്പെക്ടർ ജനറൽ തസ്തിക വരെ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ തസ്തിക വരെ എത്താൻ കഴിയുന്ന അത്രയും പ്രൊമോഷൻ സ്കോപ്പുള്ള ഒരു പോസ്റ്റ്. SLC ക്വാളിഫിക്കേഷനിൽ ഇത്രയും പ്രൊമോഷൻ സ്കോപ്പുള്ള ഒരു പോസ്റ്റ് എൻ്റെ അറിവിലില്ല. നമുക്ക് നോക്കാം. ഇതിൻ്റെ യോഗ്യത, പ്രായപരിധി, പേ ആൻഡ് അലവൻസസ്, പ്രൊമോഷൻസ്, നിയമന സാധ്യതകൾ, കട്ട് ഓഫ്, എക്സാം സിലബസ്, ഡ്യൂട്ടി, നിയമനം എവിടെ, ഇതെല്ലാം നമുക്ക് ശ്രദ്ധിക്കാം. എന്തൊക്കെ ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നോക്കൂ, ക്വാളിഫിക്കേഷൻ SLC ആണ്. പക്ഷേ ഇതൊരു യൂണിഫോംഡ് പോസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകണം നിങ്ങൾക്ക്. അവിടെ 165 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ ഉയരം ഉണ്ടാകണം. 165 സെന്റിമീറ്റർ താഴെയാണ് ഉയരമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ 160 സെന്റിമീറ്റർ ഉയരം മതിയാകും. പക്ഷേ ജനറൽ ആയിട്ട് വരുമ്പോൾ, മറ്റു വിഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 165 സെന്റിമീറ്റർ ആവശ്യമാണ്. പിന്നെ ഐസൈറ്റ് നമ്മളെ സംബന്ധിച്ച് ബോത്ത് ഐസ് 6 സ്നെല്ലൻ, ഡിസ്റ്റന്റ് വിഷൻ, നിയർ വിഷൻ 0.5 സ്നെല്ലൻ. പിന്നെ ഫുൾ ഫീൽഡ് വിഷൻ ഉണ്ടാവണം. നമ്മുടെ കണ്ണിനോ കൺപോളകൾക്കോ കേടുപാടുകൾ ഉണ്ടാകാൻ പറ്റില്ല, രോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിബന്ധന അവിടെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച്. ഏജ് ലിമിറ്റ് 18-36, 21-89 to 1-1-2007 ഇതിനിടയിൽ ജനിച്ചവർ, ഈ ഡേറ്റുകൾ ഉൾപ്പെടെ. പിന്നെ ബാക്ക്വേർഡ് ക്ലാസസിന് 3 വർഷത്തേക്ക് വയസ്സിളവുണ്ട്. SC/STക്ക് 5 വർഷത്തേക്ക് വയസ്സിളവുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ സജീവമായിട്ടുള്ള നോട്ടിഫിക്കേഷനാണിത്. പിന്നെ ഇതിൻ്റെ ശമ്പളമാണ് അറിയേണ്ടത്. കാരണം നമ്മളെപ്പോഴും ശമ്പളത്തിന് വേണ്ടിയാണല്ലോ ഈ ജോലിയിലൊക്കെ പ്രവേശിക്കുന്നത്. 27,900, 63,700 വരുന്ന ശമ്പള സ്കെയിലാണ് ഇതിനുള്ളത്. അപ്പോൾ ബേസിക് പേ സ്വാഭാവികമായും 27,900 ലഭിക്കും. DA നിലവിൽ 22% DA, 6,138 രൂപ ലഭിക്കും. 13% DA കൂടി നമുക്ക് ലഭിക്കാനുണ്ട്. HRA 2,790 രൂപ ലഭിക്കും. 36,828 രൂപ. 13% പെൻഡിങ് DA കൂടെ ലഭിച്ചാൽ സർക്കാർ അത് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടി തന്നു കഴിഞ്ഞാൽ ശമ്പളം തികച്ചും 40,000 കടക്കും. ഇനി ഇതിൻ്റെ ഇനിഷ്യൽ സാലറിയിലല്ല നമ്മളുടെ ഒരാകർഷണം ഉണ്ടാകേണ്ടത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോസ്റ്റിൽ കയറുന്ന ഒരാൾക്ക് മുകളിലേക്കുള്ള അവസരങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. SLC തലത്തിൽ കയറുന്ന തസ്തികകളിൽ ഏറ്റവും വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന് നോക്കൂ. നിങ്ങൾക്ക് 35-600, 75-400 സ്കെയിലിൽ ഗേറ്റ് കീപ്പർ ആകാം. അവിടെ നിന്ന് പ്രിസൺ ഓഫീസർ ആകാം. അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 2 ആകാം. അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ആകാം. ഡെപ്യൂട്ടി സൂപ്രണ്ട് തസ്തികയിലേക്ക് അവരോധിക്കപ്പെടാം. ജോയിന്റ് സൂപ്രണ്ട് തസ്തികയിലേക്ക് അവരോധിക്കപ്പെടാം. സൂപ്രണ്ട് ആകാം. DIG ഓഫ് പ്രിസൺസ് ആകാം. ഇത്രയും സാധ്യതകൾ
തുറന്നു തരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് ഈ 55 200 എന്ന് വരുന്ന 1 15 300 എന്ന് പറയുന്ന ഡെപ്യൂട്ടി സൂപ്രണ്ട് തസ്തിക വരെ എങ്കിലും തീർച്ചയാണ്. പിന്നെ കൂടുതൽ സർവീസ് ഉള്ളവർക്ക് ജോയിൻറ്റ് സൂപ്രണ്ടോ ഒക്കെ ആകുവാൻ കഴിയും. അപ്പോൾ പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പോലീസ് ചെയ്യുന്നത് പോലെ ദുഷ്കരമായ ജോലിയൊന്നും ഇവിടെയില്ല. പലരും അയ്യോ ഈ തടവുകാരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ജോലിയാണല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവരുണ്ട്. ഇവിടുത്തെ ജോലിയെപ്പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഈ ജോലി അത്ര ദുഷ്കരമായ ഒരു ജോലി അല്ല എന്ന കാര്യവും നിങ്ങൾക്ക് ബോധ്യമാകും. അത് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. നോക്കൂ, കഴിഞ്ഞ ലിസ്റ്റ് 6/2/2024 വന്നു. അതുകൊണ്ട് തന്നെ 5/2/2027 പുതിയ ലിസ്റ്റ് വരേണ്ടതുണ്ട്. 585 നിയമനം 1.5 വർഷത്തിനുള്ളിൽ നടന്നു എന്ന് പറയുമ്പോൾ വളരെ മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ലിസ്റ്റ് അവസാനിക്കുമ്പോഴേക്കും അത് 750 കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിയമന നില വളരെ സ്വാഗതാർഹമാണ്. അപ്പോൾ നിങ്ങൾ കരുതും അടുത്ത ലിസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുമോ സാർ? ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ഇതിൻ്റെ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ 5/2/2027 ആണെന്നും പറഞ്ഞു. കട്ട് ഓഫിനെ പറ്റി പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് പ്രിലിമിനറി ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഇതിന് പ്രിലിമിനറി ഇല്ല. ഒരൊറ്റ പരീക്ഷയുണ്ടാകൂ, മെയിൻ പരീക്ഷ മാത്രമേ ഉണ്ടാവൂ. 58.33 ആയിരുന്നു കഴിഞ്ഞ തവണ നമ്മുടെ പരീക്ഷയിൽ. 58.833 ആണ് പരീക്ഷയിൽ നേടിയ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 58.33 ആയിരുന്നു. ഏറ്റവും വലിയ മാർക്ക്, ഹയർ മാർക്ക് 79.67 ആയിരുന്നു. പക്ഷെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ 83, 86 എന്നൊക്കെ കിടക്കും. അത് സ്പോർട്സ് വെയിറ്റേജ് കൂടെ കൂട്ടിയാണ്. പക്ഷെ അന്ന് ആ പരീക്ഷയിൽ സ്കോർ ചെയ്ത ഹയസ്റ്റ് മാർക്ക് 79.67. കട്ട് ഓഫിന് ആവശ്യമായ മാർക്ക് കാരണം 58.33 മാർക്ക് മുതലുള്ളവരൊക്കെ തന്നെ ലിസ്റ്റിലേക്ക് വന്നു. 1239 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 1300-400ഓളം പേരെ 1400ഓളം പേരെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അപ്പോൾ നമുക്കറിയാം ഏകദേശം 2500-നടുത്ത് വരുന്ന ആളുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഉള്ള ഒരു സിലബസ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. ഇതിൻ്റെ സിലബസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കാരണം നമ്മൾ സാധാരണ പരീക്ഷകളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണവും ഭരണ സംവിധാനവും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കല, കായികം, സാഹിത്യം, സംസ്കാരം, ആനുകാലിക വിഷയങ്ങൾ, ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും, ഇതൊക്കെ നമ്മൾ എല്ലാ പരീക്ഷകൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിലബസാണ്. ആ സിലബസിനെ കൂടാതെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടി എൻ്റെ സന്തോഷം വർദ്ധിക്കും. ജനറൽ ഇംഗ്ലീഷും ഉണ്ട്, പ്രാദേശിക ഭാഷയും ഉണ്ട്. നമ്മൾ സാധാരണ LDC പഠിക്കുന്നത് പോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷ മലയാളം 10 മാർക്ക്. പക്ഷെ സാധാരണ നമ്മൾ ഒരു യൂണിഫോംഡ് പോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുക അയ്യോ ഇതിലെ സ്പെഷ്യൽ ടോപ്പിക് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് തേടിത്തരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ് കുഞ്ഞുങ്ങളെ. കാരണം കേരള ജയിൽ വകുപ്പ് ഘടനയും പ്രവർത്തന രീതിയും 5 മാർക്ക് ഈസി ആയിട്ട് 5 മാർക്ക് കിട്ടും. ഞാനിപ്പോൾ ഇനി ജയിൽ വകുപ്പിനെ പറ്റിയും അവിടുത്തെ ജോലിയെ പറ്റിയും പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ അതിനകത്ത് 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാരണം അത് വളരെ സിമ്പിളായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ഡീറ്റെയിൽസ് നോക്കിക്കൊണ്ട് പഠിച്ചെടുക്കാവുന്ന 5 മാർക്ക്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്ന് പറയുന്ന ആ നിയമം നിങ്ങൾ പഠിച്ചാൽ 5 മാർക്ക് കയ്യിലിരിക്കും. വേറെ ഏത് പരീക്ഷയിലാണ് ഇങ്ങനത്തെ ചാൻസ് കിട്ടുക? 5 ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നേ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പറ്റി 5 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. 5 മാർക്ക് അവിടെ ഉറപ്പാണ്. ആ നിയമം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനെ ഒന്നുകൂടെ ഒന്ന് മിനുക്കിയെടുത്താൽ ആ 5 മാർക്ക് പോക്കറ്റിലാകും. പിന്നെ മനുഷ്യാവകാശ വരുന്നത് വിവരാവകാശ നിയമം 2005 നമ്മൾ പഠിച്ച് തഴക്കവും പഴക്കവും സിദ്ധിച്ച ഈ വിവരാവകാശ നിയമം 2005 പഠിച്ചാൽ 5 മാർക്ക്. ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഒന്നുകൂടെയൊക്കെ നമുക്ക് മിനുക്കിയെടുക്കാവുന്നേ. വരട്ടെ, ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ അതിനുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരാം. അതിനെ മിനുക്കിയെടുത്താൽ അവിടെയും 5 മാർക്ക്. പിന്നെ ആ സ്പെഷ്യൽ ടോപ്പിക്കിലെ 20 മാർക്കിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മനഃശാസ്ത്രം, അടിസ്ഥാന തത്വങ്ങളാണ്. പക്ഷെ അവിടെ തന്നെ മനഃശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വങ്ങൾ മാത്രമാണ് പഠന വിധേയമാക്കുക.
ഒരു 4-5 മണിക്കൂറുകൾ നിങ്ങൾ ശ്രമിച്ചാൽ ഈ 5 മാർക്കും നിങ്ങളുടെ കൈവശം ഉണ്ടാകും. കാരണം ഇതിനകത്ത് ഗഹനമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അടിസ്ഥാന തത്വങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഭാഗം സ്പെഷ്യൽ ടോപ്പിക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ സിലബസ് നമുക്ക് സന്തോഷം തരുന്ന ഒന്നാണ്. പക്ഷേ എനിക്ക് സന്തോഷം തരുമ്പോൾ മറ്റൊരാൾക്കും എല്ലാവർക്കും സന്തോഷം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് പഠിച്ചെഴുതാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ പഠിച്ച് മുന്നേറണം. അപ്പോൾ സിലബസ് വ്യക്തമാണ്. ഇനി ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കടമ്പ പിന്നിടണം. അവിടെ ഞാനിവിടെ ബോർഡിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞ് ഇതിൻ്റെ ടൈം കൂട്ടുന്നില്ല. ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടി 8 ഐറ്റമാണുള്ളത്. 8 ഐറ്റം നമ്മുടെ സാധാരണ യൂണിഫോംഡ് പോസ്റ്റുള്ള 8 ഐറ്റമാണുള്ളത്. ഈ 8 ഐറ്റത്തിൽ 5 ഐറ്റം നിങ്ങൾ ചെയ്യണം. ഇവിടെ കാണുന്ന 8 ഐറ്റം നോക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 5 ഐറ്റം നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. 8 ഐറ്റത്തിൽ 5 ഐറ്റം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ മാർക്കൊന്നുമില്ല, പാസ്ഡ് ഓർ ഫെയിൽഡ് എന്നേ ഉള്ളൂ. ആ 5 ഐറ്റം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് പരീക്ഷയിൽ നേടിയെന്ന് പറഞ്ഞാലും നിങ്ങൾ ഔട്ടാകും. അപ്പം നിങ്ങൾ ഔട്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ചുമതലകളാണ്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗാർത്ഥി വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സാറേ ഈ കൊടും ക്രിമിനലുകളുള്ള ജയിലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ അവന്മാർ കൊല്ലത്തില്ലേ, അല്ലെങ്കിൽ ഞങ്ങളെ അവന്മാർ തെറി വിളിക്കത്തില്ലേ, എന്താണ് സാർ പ്രശ്നം, അതും അല്ല പാലിച്ച ഉത്തരവാദിത്വം അല്ലേ, ലീവ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ട. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ആ പരിഭ്രമം മാറും. വളരെ സുഖമുള്ളൊരു ജോലിയാണിത്. നോക്കൂ, നമ്മളുടെ ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള തടവുകാർ, ആ തടവുകാർ ഒരുപാട് തടവുകാർ, ഒരു ജയിലിലെ മൊത്തം തടവുകാരെ ഒന്നും നമ്മളെ ഏൽപ്പിക്കില്ല. ഒരു ജയിലിൽ ചിലപ്പോൾ 110 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരുണ്ടാകും. ഈ തടവുകാരെ ഇങ്ങനെ വീതിച്ചാണ് നൽകുന്നത്. നമ്മുടെ കേരളത്തിൽ ആകമാനം 10,000 ഇഷ്ടം തടവുകാരെ ഉള്ളന്നേ. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ജയിലാണെങ്കിൽ അവിടെ 110 115 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സ് തന്നെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കണ്ട. നമുക്ക് ലീവ് എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അവിടെ നമുക്ക് പകരം മറ്റൊരാളുണ്ടാവും, ഒരു പ്രശ്നവുമില്ല. അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ട ഇത്ര തടവുകാരെ നമ്മളുടെ ചുമതലയിൽ ഏൽപ്പിക്കും. അത് മൊത്തം തടവുകാരെ ഒന്നും തരില്ല. ഇപ്പോൾ 5 6 തടവുകാരെ ആയിരിക്കും നമ്മളുടെ ശ്രദ്ധയിലേക്ക് തരിക, നമുക്കായി തരിക. അവരെ കൃത്യമായും ക്രമമായും ജോലി ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തണം. അവർക്ക് ഓരോ ജോലി കൊടുക്കാറുണ്ട്, തടവുകാർക്ക് ജോലി കൊടുക്കാറുണ്ട്. ആ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇനി അവർ ജോലിയിൽ അലസത കാണിക്കുന്നു, അലംഭാവം കാണിക്കുന്നു, ജയിൽ ചട്ടങ്ങൾ ലംഘിക്കുന്നു എങ്കിൽ നിങ്ങൾ അവരെ അടിക്കാനും ഇടിക്കാനൊന്നും പോകണ്ട. നിങ്ങൾ അത് മേലധികാരികൾക്ക്, അവിടെ പ്രിസൺ ഓഫീസർ ഉണ്ടാകും, മേലധികാരികൾക്ക് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ കർത്തവ്യം. 2, ഇവരുടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തി. 2, അനാവശ്യമായ സംസാരം, ചിരി, പാട്ട്, കളി, ചണ്ടകൂടൽ, അനുചിതമായ പെരുമാറ്റം, ഇതൊക്കെ ഈ തടവുകാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ നമ്മൾ തടയണം. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇതൊരു ജയിലാണ്, അതിൻ്റെ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അവരനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, മേലധികാരിക്ക് റിപ്പോർട്ട് ചെയ്യണം. അവർ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളും. പിന്നെ തടവുകാർ സഞ്ചാര സമയത്ത് ക്രമം പാലിക്കുന്നുവെന്നും ജയിലിൽ അലഞ്ഞു തിരിയുന്നില്ല എന്നും ഉറപ്പുവരുത്തണം. അവരുടെ സഞ്ചാര സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജയിലിൽ പോകേണ്ടി വരും, ഭക്ഷണം കഴിക്കാൻ പോകേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള കാര്യം. ആ സഞ്ചാര സമയത്ത് അവർ ക്രമം പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിക്കണം. ജയിലിൽ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്തണം. ഈ 3 ഡ്യൂട്ടികളാണ് നിങ്ങൾക്കുള്ളത്. അപ്പോഴും നിങ്ങളിൽ ഉത്കണ്ഠ അവസാനിച്ച് കാണില്ല. പക്ഷേ ഞാൻ പറയട്ടെ, നമ്പർ ഓഫ് ജയിൽസ് 64ആണ്. നമ്മുടെ കേരളത്തിൽ മൊത്തം ജയിലുകളുടെ എണ്ണം 64. 1273 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സ് ഉണ്ട്. 1273, 10,000 ഇഷ്ടം തടവുകാരേ ഉള്ളൂ. ഈ ജയിലുകളിലെല്ലാം കൂടി അത്രയും തടവുകാരേ ഉള്ളൂ. അവർക്ക് 1273, 10% കൂടുതൽ ആരുണ്ട്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സ് ഉണ്ട് എന്ന് ഓർക്കണം. പിന്നെ നിങ്ങൾ ജയിലിൽ നിങ്ങൾ മാത്രമല്ലല്ലോ അവരുടെ കാര്യം നോക്കുന്നത്, മറ്റാൾക്കാരൊക്കെ ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ. ഇനി നമുക്ക് ഒരു ഉത്കണ്ഠയായിട്ട് വരുന്നത്, ഒരാൾ എന്നോട് ചോദിച്ച, സാർ ഇത് ജയിലൊക്കെ വളരെ ദൂരെയുള്ള ജയിലല്ലേ, ആ ജയിലിലൊക്കെ പോയിട്ട് നമുക്ക് നമ്മുടെ ജില്ലയിലെത്താൻ പറ്റുമോ? എന്താ നിങ്ങളുടെ ജില്ലയിലെത്താൻ പ്രശ്നം? നിങ്ങളുടെ സ്വന്തം ജില്ലയിലൊക്കെ ജയിലുകളുണ്ടെന്നേ. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് തരാം.
നിങ്ങൾ നോക്കൂ, സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോംസ് എന്ന് പറയുന്നത്, നമ്മൾ സെൻട്രൽ പ്രിസൺ എന്ന് പറയുന്ന 4 എണ്ണമാണുള്ളത്. അതിലൊന്ന് തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ്. 163 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ അവിടെ സേവനം അനുഷ്ഠിക്കുന്നു. നോക്കൂ, ഈ സെൻട്രൽ പ്രിസൺ പൂജപ്പുര കിട്ടിയാൽ ബുദ്ധിമുട്ടാണെന്ന് കരുതുന്ന 163 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സ് അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. തൃശ്ശൂർ വിയ്യൂരിലുണ്ടെണ്ണം, അവിടെ 97 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ നിയമിച്ചിരിക്കുന്നു. കണ്ണൂരില് പള്ളിക്കുന്നില് 150 പേരാണ് അവിടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെന്നുള്ള ഒരൊറ്റ തസ്തികയിൽ തന്നെ ജോലി ചെയ്യുന്നത്. മലപ്പുറത്ത് തവനൂരിലുണ്ട് 90 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ പ്രിസൺ തന്നെ 4. ആ 4 പ്രിസണിൽ തന്നെ എത്ര ആളുകളാ ജോലി ചെയ്യുന്ന? 500 പേര് ഈ 4 സെൻട്രൽ പ്രിസണുകളിലായിട്ട് തന്നെ ജോലി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, വളരെ ലാഘവത്തോട് നമുക്ക് ജോലി ചെയ്യാൻ കഴിയും. പിന്നെ 4 കേന്ദ്രങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ സ്വന്തം ജില്ലയിലേക്ക്, ഈ 4 ജില്ലകളല്ലേ വന്നുള്ളൂ, നമ്മുടെ സ്വന്തം ജില്ലയിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ അടുത്തത് കൂടി കേൾക്കൂ. നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു പോയിന്റ് കൂടിയാണിത് കേട്ടോ. ഓപ്പൺ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോംസ് ഫോർ മെയിൽ പേഴ്സൺ, ആണുങ്ങൾക്ക് വേണ്ടിയുള്ള തുറന്ന കോടതി. നമുക്കറിയാം, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള നെട്ടുകാൽ തേരി, തിരുവനന്തപുരത്ത് നെട്ടുകാൽ തേരിയിലാണ് കേരളത്തിൽ ആദ്യമായി ഒരു ഓപ്പൺ പ്രിസൺ പുരുഷന്മാർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടത്. പിന്നെ രണ്ടാമതൊരെണ്ണം ചീമേനി, കാസർഗോഡ്. ഇതിൽ നെട്ടുകാൽ തേരിയിൽ 45 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സ് ഉണ്ട്. കാസർഗോഡുള്ള ചീമേനിയിൽ 25 പേരുണ്ട്. പിന്നെ അപ്പോൾ നിങ്ങൾ ചോദിക്കും, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഓപ്പൺ പ്രിസൺ ഉണ്ടല്ലോ സാർ, അതെവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്തെ പൂജപ്പുരയിൽ തന്നെയാണ്. പക്ഷെ അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആ പ്രിസണിൽ, ഓപ്പൺ പ്രിസണിൽ പുരുഷന്മാരെ, അതായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സായിട്ട് പുരുഷന്മാരെയല്ല സ്ത്രീകളെയാണ്, ഫീമെയിൽ പ്രിസൺ ഓഫീസേഴ്സിനെയാണ് നിയമിക്കുക. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നിയമനം വരില്ല. പിന്നെ വരുന്നത് നമ്മൾ വളരെ എപ്പോഴും വാർത്തകളിൽ കേൾക്കാറുള്ള ഹൈ സെക്യൂരിറ്റി പ്രിസൺ വിയ്യൂർ. ഇവിടെ 31 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ ജോലി ചെയ്യുന്നുണ്ട്. 31 സാങ്ഷൻഡ് സ്ട്രെങ്ത് അവിടെ ഉണ്ട് എന്ന് ഓർക്കുക. പിന്നെ അടുത്തത് ബോർസ്റ്റൽ സ്കൂളാണ്. പരീക്ഷയിൽ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ഡിപ്പാർട്ട്മെന്റിന്റെ ഘടനയെപ്പറ്റി 5 ചോദ്യങ്ങളുണ്ട്. അവിടെ ബോർസ്റ്റൽ സ്കൂളൊക്കെ എപ്പോഴും ചോദ്യമായിട്ട് വരുന്നതാണ്. ബോർസ്റ്റൽ സ്കൂൾ നമ്മുടെ എറണാകുളത്ത് തൃക്കാക്കരയിലാണ്. ആ ബോർസ്റ്റൽ സ്കൂളിൽ 11 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സ്മാരെയാണ് നിയമിച്ചിരിക്കുന്നത്. എന്താണ് ഈ ബോർസ്റ്റൽ സ്കൂൾ എന്ന് ചോദിച്ചാൽ, അതായത് അഡോളസൻ്റ് ആയിട്ടുള്ള ഒഫൻഡേഴ്സ് ഉണ്ടാകും, കുറ്റകൃത്യം ചെയ്തവരുണ്ടാകും. 18നും 21 വയസ്സിനും മധ്യേ കുറ്റകൃത്യം ചെയ്ത ആൾക്കാരുണ്ടാകും. അവർ അഡോളസൻ സ്റ്റേജിലുള്ളവരാണ്. അവരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ബോർസ്റ്റൽ സ്കൂൾ. അത് എറണാകുളത്തെ തൃക്കാക്കരയിലാണ്. ഇതൊക്കെ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും പിടികിട്ടി. ഇനിയും തീരുന്നില്ല, ഇനി ഡിസ്ട്രിക്ട് ജയിലുകൾ 13. ഞാനവിടെ അതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതേത് സ്ഥലങ്ങളിലാണ്, ഏതേത് ജില്ലകളിലാണുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മലപ്പുറം ഒഴികെ ബാക്കി 13 ജില്ലകളിലും ഡിസ്ട്രിക്ട് ജയിലുകളുണ്ട്. അവിടെ ഈ 13 ഡിസ്ട്രിക്ട് ജയിലുകളിലായി 293 APOമാർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാർ ജോലി ചെയ്യുന്നുണ്ടെന്നേ. പിന്നെയും വരുന്നു സ്പെഷ്യൽ സബ് ജയിൽ 16 എണ്ണം. അവിടെ 203 പേരാ വർക്ക് ചെയ്യുന്നത്. അത് എവിടെയാണ്? ഈ 3 മാസത്തെ അപ് ടു 3 മാസം വരെയുള്ള തടവ് വിധിച്ചിട്ടുള്ളവർക്ക് അവരെ റിമാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് സ്പെഷ്യൽ സബ് ജയിൽ എന്ന് പറയുന്നത്. അവിടെ അത് എവിടെയൊക്കെയാണുള്ളത്? തിരുവനന്തപുരത്തുണ്ട്, നെയ്യാറ്റിൻകരയുണ്ട്, കൊട്ടാരക്കരയുണ്ട്, മാവേലിക്കരയുണ്ട്, പൊൻകുന്നം, ദേവികുളം, മൂവാറ്റുപുഴ, ഇരിഞ്ഞാലക്കുട, ചിറ്റൂര്, മഞ്ചേരി, കോഴിക്കോട്, വൈത്തിരി, കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, കാസർഗോഡ്. അവിടെ ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഓരോ സ്റ്റേഷനിലുമുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സ്മാരുടെ എണ്ണമാണ്. പിന്നെ സബ് ജയിലുകൾ 16 എണ്ണം ഉണ്ട്. അത് 3 സോണായിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ ഘടനയുടെ ഭാഗമായിട്ട് പഠിക്കേണ്ടതാണ്. സബ് ജയിലുകൾ 3 സോണായിട്ടാണ്. അതിൽ സൗത്ത് സോണിൽ ഒരൊറ്റ സബ് ജയിൽ മാത്രമേ ഉള്ളൂ. അത് ആറ്റിങ്ങലിലാണ്. അവിടെ 11 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സ് ഉണ്ട്. പിന്നെ സെൻട്രൽ സോണിലുള്ള സബ് ജയിലുകളുടെ എണ്ണം എത്രയാണ് വരിക? 1, 2, 3, 4, 5, 6, 7 എണ്ണം വരുന്നുണ്ട്. മീനച്ചിൽ അവിടെ 10 APOമാരുണ്ട്.
പീരുമേടുണ്ട് 10 പേരുണ്ട്, മട്ടാഞ്ചേരി 10 പേരുണ്ട്, എറണാകുളം 9 APOമാരുണ്ട്, ആലുവ 12 APOമാരുണ്ട്, ചാവക്കാട് 10 APOമാരുണ്ട്, വിയ്യൂര് 11 APOമാരുണ്ട്. അങ്ങനെ ഈ സബ് ജയില് സെൻട്രൽ സോണിൽ 72 APOമാരുണ്ട്, സബ് ജയില് സൗത്ത് സോണിൽ 11. ഇനി അടുത്തത് സബ് ജയിൽസ് നോർത്ത് സോണാണ്. ആ നോർത്ത് സോൺ ആലത്തൂർ, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ, കൊയിലാണ്ടി, വടകര, കണ്ണൂർ. അവിടെ മൊത്തം 82 APOമാരുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? മൊത്തം APOമാര് കേരളത്തിലെ ആകെ ജയിലുകളിൽ 1273 പേരെയാണ് നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് വളരെ ലാഘവത്തോടു കൂടിയുള്ളതാണ്. നമ്മുടെ കീഴിൽ നമുക്ക് ഒരു 5 or 6 തടവുകാരെ മാത്രമാണ് അലോട്ട് ചെയ്തു തരിക. അവരുടെ കാര്യം നോക്കിയാൽ മതി നിങ്ങൾ. മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ള ഇതുപോലെ ഓരോ APOമാരെ നിയമിച്ചിരിക്കും. ഇനി അതിന് താഴെ നമുക്ക് ഉദ്യോഗസ്ഥരുണ്ട്, മോളിൽ ഉദ്യോഗസ്ഥരുണ്ട്. ഇതിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ വരുമ്പോൾ വളരെ ലാഘവത്തോടെ പോലീസിലെ പോലെ സ്ട്രീറ്റിൽ പോയി അടിക്കാൻ പോകണ്ട, മർദ്ദനം നടത്തിയെന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നില്ല, കല്ലേറ് കൊള്ളേണ്ടി വരില്ല. ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സുഖകരമായൊരു അന്തരീക്ഷം നമുക്ക് ജയിലിൽ ലഭ്യമാകും. ഇനി നമ്മുടെ പ്രിസൺ പോപ്പുലേഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. 20/10/2025 സ്ഥിതിവിവര കണക്ക് പ്രകാരം 10,053 പ്രിസണേഴ്സാണ് നമുക്കുള്ളത്. ഈ പ്രിസണേഴ്സിനെ പരിപാലിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിയമിക്കപ്പെടുന്നത്. അവിടെ 9,802 പുരുഷ പ്രിസണേഴ്സാണ്, 251 സ്ത്രീകളാണ്. അങ്ങനെ ആ പ്രിസൺ പോപ്പുലേഷൻ നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഈ 10,053 പ്രിസണേഴ്സിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ പറഞ്ഞ 1,300ഓളം വരുന്ന APOമാർ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വർക്ക് എത്ര സിമ്പിളാണ്. നമ്മൾ നോക്കേണ്ടി വരുന്ന ഒരു 5 or 6 പ്രിസണേഴ്സിൻ്റെ കാര്യമാണ് നോക്കേണ്ടി വരിക. അവിടെ ഞാൻ ആ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വായനാശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ വായിക്കാനും വികസിക്കാനും ഒക്കെ സമയം കിട്ടുന്ന ഒരു തസ്തിക തന്നെയാണിത്. നിങ്ങൾക്ക് വീണ്ടും വേറെ പരീക്ഷകളൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. നിങ്ങൾക്ക് ഒരുപാട് മെയ്യനങ്ങിയുള്ള ജോലിയൊന്നുമില്ല. ഇവരെ ഒന്ന് നിരീക്ഷിക്കുക, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ബാക്കി സമയങ്ങളിലൊക്കെ ഫ്രീ ആകും. പിന്നെ ജോലിയിൽ നിങ്ങൾക്കൊരു അർപ്പണബോധം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു എന്ന് കരുതി നമുക്ക് ഈ പോസ്റ്റ് കിട്ടണമെന്നില്ല. നല്ല പോസ്റ്റാണ്, എൻ്റെ അഭിപ്രായത്തിൽ നല്ല പോസ്റ്റാണ്. ഇവിടെ നിങ്ങൾ നമ്മുടെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ, ഇപ്പോൾ ലൈവാണ്, നോട്ടിഫിക്കേഷൻ ലൈവാണ്, ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപേക്ഷിക്കുക. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് വരെ ചെയ്ത ചില കൊച്ചു കൊച്ചു എഫർട്ടുകളുണ്ട്. പക്ഷേ നമുക്ക് കഴിഞ്ഞ പല ലിസ്റ്റിലും കയറാൻ പറ്റിയില്ല. പക്ഷേ ലിസ്റ്റിൽ കയറുന്നതിന് അടുത്തുവരെയൊക്കെ നമ്മൾ എത്തി. ഒരു 50, 60 അല്ലെങ്കിൽ 40, 50, 60 റേഞ്ചിലൊക്കെ നമ്മൾ എത്തുന്നുണ്ട്. പക്ഷേ കട്ട് ഓഫിലേക്ക് എത്തുന്നില്ല. ആ എഫർട്ട് ലൈവായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഭാവിയിൽ ഇനിയും കൊച്ചു കൊച്ചു എഫർട്ടുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾ ആ ഡെഡ് ലൈൻ കടക്കും, കട്ട് ഓഫ് കടക്കും, നിങ്ങൾ മുന്നിലേക്ക് നീങ്ങും. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഒരുപക്ഷെ 100-നുള്ളിലുള്ള റാങ്കിലേക്ക് കുതിക്കും. നിങ്ങളുടെ ഇഷ്ടജോലി, അതിപ്പോൾ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് ഈ പോസ്റ്റിൽ എത്തുന്നവരൊക്കെ അവിടെ ഇരിക്കുന്നില്ല. അവരിൽ കൂടുതലും റിലീവ് ചെയ്തു പോകുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അവർക്ക് അവിടെ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുകയും മറ്റു പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുകയും അവർ ഡിഗ്രിക്കാരൊക്കെ ആണെങ്കിൽ ആ തരത്തിലുള്ള തസ്തികകളിലേക്കൊക്കെ പോകാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. സക്സസ് ഈസ് ദ സം ഓഫ് സ്മാൾ എഫേർട്സ് റിപ്പീറ്റഡ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.